റുപ്യ കൊടുത്ത് വാങ്ങിയ ഫോണല്ലേ. നമ്മൾ 300 രൂപ നമ്മളെ കീസിൽ നിന്ന് എടുത്ത് റീചാർജ് ചെയ്തതല്ലേ. ആ ഫോൺ ഉപയോഗപ്പെടുത്തേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാ? എന്റെ ഫോൺ എനിക്ക് വേണ്ടിയിട്ടാ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല. അപ്പൊ നമ്മൾ എന്ത് വേണം, കുറച്ച് മാറ്റി തിരുത്തലൊക്കെ നമ്മൾ ഉള്ളിലൊന്ന് കൊണ്ടുവന്ന് നമ്മളെ ഈ ഫോൺ ഉപയോഗിച്ച് കുറെ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ മുന്നേറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റുന്ന സമയം. അപ്പൊ നമ്മുടെ ആയിഷ മേഡം, മിനി മേഡം, റൈഹാനത്ത് മേഡം ഇവരൊക്കെ തുടങ്ങിയ കാലത്തുണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ തൃശ്ശൂര് പോകണം, എറണാകുളത്ത് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ അവര് എന്താ ട്രെയിനിൽ പ്രൊഡക്റ്റ് കൊടുന്നതും കേസ് കീറിയിട്ട് എന്തായി അതൊക്കെ വാരി പെറുക്കി ആ വേറെ ചാക്കിൽ നിറച്ച് കൊടുന്നത് എന്തൊക്കെ കഷ്ടപ്പാടുകള് അവര് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ. നമ്മൾക്ക് എല്ലാ വഴികളും വെട്ടിത്തെളിച്ച് നല്ല ടൈൽസ് വിരിച്ച പാതയാക്കി തന്നിട്ടുണ്ട്. അന്നത്തെ മാതിരി നമ്മൾ കഷ്ടപ്പെടണോ? ഒരു കഷ്ടപ്പാടുമില്ല. എന്ന് എല്ലാ ഭാഗത്തും ഓഫീസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗത്തും തിരൂരിലോല് ഇവിടെ ചേർത്ത് കൊടുക്കുക, ഇവിടുത്തെ ഓഫീസിന്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുക, മഞ്ചേരിയിലോല് ആധാർ എടുക്കുക, ജോയിനിങ് ആക്കുക, മഞ്ചേരി ഓഫീസിന്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുക. എത്ര സുഖാണെന്ന് ചെയ്യാന്, നല്ല സുഖാണ്. പക്ഷെ ഇന്നെന്താണ്, കുഴി മടിയന്മാരല്ലാത്തൊന്നും അല്ല എന്നുള്ളത്. അതുപോലെ അന്നൊക്കെ ഒരു സോപ്പിന്റെ പറയാൻ വേണമെങ്കിൽ പറയണേക്ക ഒരു അശ്വർ സോപ്പ് എവിടെയൊക്കെ തേക്കാൻ പറ്റും? തലയിൽ തേച്ചാൽ എന്തേലും ഉണ്ടാവും. പിന്നെ തലയിൽ തേക്കാൻ ഒരാളോട് തലയിൽ തേക്കാൻ പറ്റും പറഞ്ഞു കൊടുക്കുമ്പോ മറ്റോട് ചോദിച്ചത്രേ, പിന്നെ ചൊറി ഇല്ലോടത്ത് തേക്കുമ്പോ പിന്നെ ചൊറി ഇല്ലാത്തോടത്ത് തേക്കാൻ പറ്റുമോ? അപ്പൊ ഇതൊക്കെ പറയും അന്ന് പഠിച്ചോലെ അതിന്റെ അത് എവിടെയൊക്കെ തേക്കാൻ പറ്റും എന്ന് അറിയണമെങ്കിൽ പിറ്റേത്തെ ആഴ്ച എറണാകുളത്തേക്ക് മീറ്റിങ്ങിനോണം. ആലോചിച്ച് നോക്കണം. അറിയണില്ല എന്തൊക്കെ ഇത് എന്തിനൊക്കെ പറ്റുന്ന അറിയില്ല. ഒരു ക്രീം കിട്ടിയാൽ ഇത് എന്തിനൊക്കെ പറ്റുന്ന അറിയണില്ല. മേടിച്ചിട്ട് പോരെയാണ്, 100 PV ആക്കാൻ വേണ്ടിട്ട് മേടിച്ചിട്ട് പോരെയാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇത് ഓരോരുത്തർ കരിമംഗലത്തിന് പറ്റും, ആ പോരാക്ക പറഞ്ഞു. പിന്നെ മുഖക്കുരുവ അതിന് ചിലപ്പോ അത് പറ്റുമോ പറ്റൂലെന്ന് അറിയണില്ല. അപ്പൊ പേടിച്ചിട്ടും ഉണ്ടാതൊക്കെയാണ്. പക്ഷെ ഇന്ന് ഞമ്മക്കിപ്പോ ഇവിടെ മേഡം പറഞ്ഞു തന്നല്ലോ അല്ലെ, പ്രൊഡക്റ്റുകൾ ഓരോ ക്രീമൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ലൈറ്റനിങ് ക്രീമിനെ കുറിച്ച് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? എറണാകുളത്തേക്ക് പോണോ അല്ലെങ്കിൽ തിരൂർ ഓഫീസിക്ക് വരണോ? എന്ത് ചെയ്താ മതി? ഫോൺ എടുത്തിട്ട് നമ്മൾ വിരൽ തുമ്പത്താണ് നമ്മളെ സൗകര്യം അല്ലെ. വെസ്റ്റീജ് ലൈറ്റനിങ് ക്രീം മലയാളം യൂട്യൂബിലാണ് അടിച്ച ആ 200 സംശയം തീർത്തു. അപ്പൊ തന്നെ ആരാണോ ആ ചോദിച്ചത് ഓർക്ക് അതിന്റെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇന്ന് നമ്മൾ ഏറ്റവും ഞാൻ പറയുന്നത് ഏറ്റവും സൗകര്യത്തിലാണ് ഇന്ന് നമ്മൾ വെസ്റ്റീജ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറയണു അന്നത്തേക്കാൾ ഒരുപാട് മാറ്റുണ്ട്. പക്ഷെ നമ്മള് സൗകര്യം കൂടും തോറും വെറും മടിയന്മാരായി മാറിയിരിക്കണം കേട്ടോ. അപ്പൊ മടിയന്മാരായി നിന്നുകൊണ്ടും കടന്നുറങ്ങിയതുകൊണ്ടും മക്കളെന്നെ നോക്കുന്നുള്ള സ്വപ്നം കണ്ട് ജീവിച്ചതുകൊണ്ടും ഹസ്ബൻഡ് സൗദിയിലാണെന്നുള്ള ആ ഒരു അഹങ്കാരത്തോടു കൂടി ജീവിച്ചത് കൊണ്ടും ഇന്ന് മുന്നേറാൻ നമുക്ക് കഴിയൂല. നമ്മളെ ഫോൺ ഉപയോഗിച്ച് കാര്യങ്ങൾ കേൾക്കുക, ഓഫീസിൽ വരിക, പഠിച്ച് നല്ല രീതിയിൽ മുന്നേറി കഴിഞ്ഞാൽ നല്ല വിജയത്തിൽ എത്തിപ്പെടാൻ സാധിക്കും. അപ്പൊ ഞാനിപ്പോ അതിൽ വന്നിട്ട് ഞാൻ പറഞ്ഞ 5 വർഷമായി ഞാൻ അതിൽ വന്നിട്ട്. പിന്നെ സമയത്ത് ഞാന് തുമ്മല് അലർജി ഒരു കാരണം കൊണ്ട് ഞാൻ വന്നു. എനിക്ക് 1 മാസം കൊണ്ട് അതിന് റിസൾട്ട് കിട്ടി. വരുന്ന സമയത്ത് എൻ്റെ വീട്ടിലത്തെ അവസ്ഥ എന്താ വെച്ചാല് ഹസ്ബൻഡ് 30 വർഷമായിട്ട് പ്രവാസിയാണ്. അപ്പൊ എന്നും ഒരു 2 കൊല്ലം കൂടുമ്പോ നാട്ടിൽ വരും. അപ്പൊ വരുമ്പോ പോകുമ്പോ ഭയങ്കര സങ്കടം. കാരണം മക്കളെ ശരിക്കും കാണുന്നില്ല. സ്കൂളിൽ ചെറിയ കുട്ടികളാകുമ്പോ കണ്ടിട്ട് പിന്നെ വരുമ്പോ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഇത് കാണുന്നത്. അപ്പൊ എപ്പോഴും പറയും നാട്ടിൽ നിൽക്കാൻ എന്തെങ്കിലും ഒരു മാർഗമായി കിട്ടിയെങ്കിൽ എപ്പോഴും പറയും. അപ്പൊ അത് കേൾക്കുമ്പോ നമുക്കൊരു സങ്കടമാണ്. അങ്ങനെ നിൽക്കുന്നതിന്റെ ഇടയിൽ ചെറിയ മോന് ഞാനും ഒരു പ്രാവശ്യം അവിടെ പോയി. ഹസ്ബൻഡ് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയി ഒരു 2 മാസം ഞാൻ അന്ന് അവിടെ പോയി കണ്ടപ്പോഴാണ് സൗദി അറേബ്യന്റെ അവസ്ഥ മനസ്സിലായത്. ഫസ്റ്റ് കേട്ടോ ചെറിയ മോന്, വലിയ മോനുണ്ടല്ലോ ഓൻ ചെറിയ കുട്ടിയായപ്പോഴാണ് ഞാൻ ഫസ്റ്റ് പോണത്. അങ്ങനെ അവിടെ ചെന്നാൽ എനിക്ക് ഈ അവസ്ഥകളൊക്കെ കണ്ടപ്പോ എന്താ പറയാ, ഇവര് പറയുന്നത് വെറുതെ അല്ല. എല്ലാ ആളുകളും ഭയങ്കര റിസ്ക് എടുത്തിട്ട് തന്നെയാണ് അവിടെ ജീവിക്കുന്നത് എനിക്ക് മനസ്സിലായി. കാരണം അവരെന്താണ് കഷ്ടപ്പെട്ട് പണിയെടുക്കുക. എന്നിട്ട് നമ്മളെ വൈഫുമാർക്കൊന്ന് വിളിക്കുമ്പോഴാണ് അവർക്ക് ഒരു സന്തോഷം ഒരു സമാധാനവും കിട്ടുന്നത്. അല്ലാതെ ഒരു സമാധാനം അവർക്കില്ല, ഒരു സന്തോഷം ഒന്നുമില്ല. ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തി കൂടെ. അതേപോലെ തന്നെ നമ്മള് ഇവിടെ എന്താ പറയാ 2 തട്ടക്കുള്ള വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവൂലേ. എല്ലാ സൗകര്യം AC യും
ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാ സൗകര്യം ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒരു കുട്ടിയും വൈഫും ഒക്കെ ഇങ്ങനെ, അല്ലെങ്കിൽ 2 കുട്ടികളും ഒരു വൈഫും, ഇങ്ങനെ ഒരു വലിയൊരു വീട്ടിൽ കൊട്ടാരം മാതിരി അവർ ജീവിക്കുക. പക്ഷെ ഞാൻ അവിടെ ചെന്ന് കണ്ടു നോക്കുമ്പോ എന്താ പറയാ, ഒരു 6-7 ആൾക്കാർ ഒരു റൂമിൽ. ഇവിടെ എല്ലാ സാധനങ്ങളും കട്ടിലോട്ടേക്ക് ഇങ്ങനെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ വീട്ടില് ഇത്രയും സൗകര്യം ഉണ്ടായിട്ട് നമുക്ക് വീട് തേക്കിയില്ല. ഇതാണ് നമ്മളെയൊക്കെ അവസ്ഥ. എന്നിട്ട് എന്താണ് ഇങ്ങനെ ഇവര് കഷ്ടപ്പെട്ടത്? നമ്മൾ ഒരു ദിവസത്തിനാണോ? നമ്മളെ ഹോസ്പിറ്റലില് ഒരു 2 ദിവസം നമ്മളെ ഇതിൽ നിൽക്കുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയോ? റൂം എടുത്ത് നിൽക്കണ മാതിരിയല്ല, എന്താ പറയാ, ആ വാർഡിൽ നിൽക്കുമ്പോ 2 ദിവസം നിൽക്കും. പടച്ചോനെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോകാനായി കിട്ടിയാൽ മതി എന്ന് പറയുന്ന ആൾക്കാരല്ലേ നമ്മള്. ഈ അവസ്ഥയിൽ വാർഡിൽ നിൽക്കണ മാതിരി കൊല്ലങ്ങളോളാണ് നിൽക്കണ മക്കളെ. ഇതാർക്ക് വേണ്ടിയിട്ടാ? വീട്ടിലുള്ള വൈഫിനും മക്കൾക്കും വേണ്ടിയിട്ടാ. അപ്പൊ ഈ അവസ്ഥയിലാണ് അവരവിടെ ജീവിച്ചു പോകണം. അന്ന് ഞാനൊരു തീരുമാനം എടുത്തതാണ്. എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെ തന്നെയുണ്ടോ? അതുപോലെ തന്നെ എന്തൊരു പണിയാണെങ്കിലും അറബികൾ എന്താണോ കൽപ്പിക്കുന്നത് അതേമാതിരി എടുക്കണം. അപ്പൊ എന്താണ് എനിക്ക് മനസ്സിലായൊരു കാര്യം, എത്ര കാലം അറബികളുടെ അടിമയായി ജീവിക്കാൻ പറ്റണോ അത്രയും കാലം നമ്മക്ക് ഇവിടെ ലാവിഷായി ജീവിക്കാം. അത്രേ ഉള്ളൂ. അപ്പൊ അതിനൊന്നും വലിയൊരു വില എനിക്ക് തോന്നിയില്ല. അതൊന്നും വലിയ നമുക്ക് ഒരു സന്തോഷിക്കാനുള്ള കാര്യമില്ല. ആ പൈസ ഒന്നും നമ്മൾ വെറുതെ കളയാൻ പറ്റൂല എന്നുള്ളതൊക്കെ അന്ന് എനിക്ക് മനസ്സിലായി. എന്താ പറയാ, അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചു, പഠിച്ചോനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഈ ജീവിതം ഒന്ന് അവസാനിപ്പിച്ച് എനിക്ക് നാട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ള തീരുമാനം അന്ന് എടുത്ത. പക്ഷെ എന്തെടുക്കണു, നമ്മള് സാധാരണ ഹൗസ് വൈഫാണ്, ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും അറിയില്ല, ഒരു പീടിക്ക് എവിടെ അങ്ങനെയൊക്കെ നിൽക്കാൻ പോകണൊക്കെ ചെയ്യുമേട. അപ്പൊ അതൊന്നും പറ്റില്ല. എന്താ അങ്ങനെ എപ്പോഴും ആലോചിക്കും. വരുമ്പോ പറയാൻ നമുക്കൊരു ഓട്ടോറിക്ഷ എടുത്തോടും. എന്നിട്ട് ഒരു കുറി വന്നപ്പോ എന്റെ വാക്ക് കേട്ട് ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഓടിട്ടോ. അപ്പോഴത്തേന് ഒരു 25 കൊല്ലം കഴിഞ്ഞിട്ടൊന്ന് വന്നു. 25 കൊല്ലം ആയതിനു ശേഷം ഒന്ന് വന്നിട്ട് എന്തായി, ഒരു ഓട്ടോറിക്ഷ എടുത്തു. എന്നിട്ട് അത് എടുത്ത് ഓടി. ഞാൻ പറയാം, ഒരു 3 കൊല്ലം വരെ ഓടി. അപ്പൊ അതിനില്ലാത്ത എന്താ മറിച്ചിലും വേറെതും അതിന്റെ അടവും കാര്യങ്ങളൊക്കെ കൂടായിങ്ങാണ്ട്